ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ മിസ്സസ് ഫുഡി ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വയമ്പ് ഫിഷ് പീര പറ്റിച്ചത് ഫിഷ് ഫ്രൈ ആണ്. ഫിഷ് ഫ്രൈനുള്ള ആദ്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഫിഷൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തത് നമുക്ക് ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ആറ്റുമീനാകുമ്പോൾ കുരുമുളക് പൊടി ഒരു മുഖ്യമായ ഒരു ഘടകമാണ്. അവസാനമായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയോടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിൽ മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫിഷ് പീര പറ്റിച്ചത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. ഫിഷ് പീര പറ്റിക്കാനായിട്ട് ആദ്യം തന്നെ മീനൊക്കെ വൃത്തിയാക്കി നമ്മൾ മൺചട്ടിയിലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ആവശ്യമുള്ളത് കരിവേപ്പില കുറച്ച്, 6-7 ചെറിയുള്ളി, ഒരു പച്ചമുളക്, ഇഞ്ചി കുറച്ച്. ഇനി മെയിനായിട്ടുള്ള തേങ്ങാപ്പീര നമ്മൾ 1 മുറി തേങ്ങാപ്പീരയാണ് എടുത്തേക്കുന്നത്. പിന്നെ തോട്ടുള്ളി കുറച്ച് വെള്ളത്തിൽ വന്നെടുത്ത് കഴുകി റെഡിയാക്കി വയ്ക്കുക. ഇനി നമുക്ക് തേങ്ങാപ്പീരയിലോട്ട് പച്ചമുളക് ആഡ് ചെയ്യാം, നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ആഡ് ചെയ്യാം, പിന്നെ നമ്മൾ ചെറിയുള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയുള്ളി ഒരു 6-7 നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അടുത്തായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയോടെ ആഡ് ചെയ്യാം. കാശ്മീരി ചില്ലി ആകുമ്പോൾ അധികം എരിവ് കാണത്തില്ല. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. അടുത്തായിട്ട് ഇനിയൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് മെയിൻ ഒരു ഐറ്റമാണ് കുരുമുളക് പൊടി, അപ്പോൾ അതൊന്നും മറക്കരുത് ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ 1.5 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഞങ്ങളൊരു 1 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വെളിച്ചെണ്ണയും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ചേരുവകളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ആ കളറൊക്കെ പിടിച്ച് തേങ്ങയിലൊക്കെ ആ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കും. പണ്ട് കാലങ്ങളിലൊക്കെ അരയ്ക്കുകയും ചതച്ചൊക്കെയാണ് എടുക്കുന്നത്. ഇപ്പം നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മതി, അത് റെഡിയായി കിട്ടും. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് തുടങ്ങാം. അപ്പോൾ എല്ലാം ഇളക്കി റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ മൺചട്ടിയിലെടുത്ത് വെച്ചേക്കുന്ന മീനിലോട്ട് ഈ പീരയെല്ലാം കൂടെ അങ്ങോട്ട് വിതറി കൊടുക്കുക. എന്നിട്ട് ഈ മിക്സാണ് ആക്ച്വലി ഇതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു സ്റ്റെപ്പ് മറക്കാതെ എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മീൻ പീര കറി റെഡിയായി കിട്ടും. ഇനി നമ്മൾ ഇതിനകത്ത് തോട്ടുപുള്ളി ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്. ആ തോട്ടുപുള്ളിയോട് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ സൂക്ഷിക്കുക, അത് പൊടിഞ്ഞു പോരുത് മീൻ. മീനെല്ലാം നമ്മുടെ ഈ മിക്സിനകത്ത് മുങ്ങിക്കിടക്കണം. അപ്പോൾ നന്നായിട്ടത് വെന്ത് കിട്ടും. വായിൽ വെള്ളം ഊറുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ നോക്കണ്ടേ? അപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉപ്പ് ഉണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മൾ വേവിക്കാനായിട്ട് ഫ്ലെയിം ഉപയോഗിക്കുന്ന ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കും നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാം. അതിപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സൂക്ഷിക്കുക, ഇത് ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോരുത് മീൻ. ഇളക്കാതെ നമുക്ക് വേറൊരു പരിപാടി ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഒന്ന് കുലുക്കി കൊടുക്കാം. നമ്മൾ ഈ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഷെഫൊക്കെ എടുത്ത് മലത്തി എറിയുന്നൊക്കെ കാണാറില്ലേ, അതേപോലെ തന്നെ ഫിഷ് പീര പറ്റിച്ച് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. വയമ്പ് ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ വെളിച്ചെണ്ണ എടുത്തു ചൂടാക്കി. ഇനി നമുക്ക് വയമ്പ് ഇതിലോട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ നമുക്ക് കരിവേപ്പില ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവസാനം ആഡ് ചെയ്യാം. ഞങ്ങൾ പിന്നെ മറന്നു പോയത് കൊണ്ട് ഞങ്ങൾ അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും കരിവേപ്പില.
നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കും നമ്മളിതും ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഏകദേശം ഒരു ഹാഫ് ഫ്രൈ ആയിട്ട് കിട്ടും. ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇനി ഞങ്ങൾ നേരത്തെ മറന്നുപോയ കരിവേപ്പില ആഡ് ചെയ്യുകയാണ്. അപ്പോൾ കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരും, നല്ല ടേസ്റ്റുമാണ്. ഇതാ അപ്പം നല്ല അടിപൊളി രുചിയുള്ള വയമ്പ് ഫിഷ് ഫ്രൈയും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിലും കോൺടാക്റ്റ് ചെയ്യാം. ashwin.pillai എന്നാണ്, aswin.pillai. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു.